പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ 29-ാം ദിവസമാണിന്ന്. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ശിഷ്യർക്ക് വിവിധ ഉപദേശങ്ങൾ നൽകുന്നു. അതിൽ പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കണമെന്നുള്ള ഈശോയുടെ ഒരു നിർണായകമായ സുപ്രധാനമായ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിന്ന് കാണുന്നത്. 2 പ്രധാന കാര്യങ്ങൾ ഇന്നത്തെ തിരുവചന ഭാഗം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഒന്ന്, തെറ്റിലേക്ക് മറ്റുള്ളവർക്ക് പ്രേരണ നൽകുന്ന കാര്യം എത്ര ഗൗരവമുള്ളതാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. മറ്റുള്ളവരോട് പറയുന്ന നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, അതിലൊക്കെ മറ്റുള്ളവർക്ക് തെറ്റിലേക്ക്, പാപത്തിലേക്ക് പ്രേരണ നൽകുന്നെങ്കിൽ, ദുഷ്പ്രേരണ നൽകുന്നെങ്കിൽ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കണം. അതൊരു പക്ഷേ പാപകരമായ സംഭാഷണങ്ങളിലൂടെ മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തമാശ രൂപേണ പറയുന്ന കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളെ അവഹേളിച്ചുകൊണ്ട് സഭയെ, ദൈവത്തെ, ഈശോയെ, ആത്മീയ കാര്യങ്ങളെയൊക്കെ നമ്മൾ അതിരുവിട്ട തമാശകളാക്കി പറഞ്ഞ് അതിൻ്റെ വില കുറച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് ലാഘവത്വത്തോടെ കാണാനുള്ള അവസരം നമ്മൾ നമ്മുടെ നർമ്മത്തിലൂടെ, തമാശകളിലൂടെ ഒരുക്കുമ്പോൾ അത് തിന്മയിലേക്ക് ദുഷ്പ്രേരണ നൽകുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഒരുപക്ഷെ ബോധപൂർവം അവഹേളിക്കാൻ വേണ്ടി തന്നെ ഹാസ്യത്തിൻ്റെ, നർമ്മത്തിൻ്റെ, തമാശൻ്റെ മേമ്പൊടി ചേർത്ത് പറയുമ്പോൾ ദൈവത്തെ, ആത്മീയ കാര്യങ്ങളെ, സഭയെ അവഹേളിക്കുക അല്ലെങ്കിൽ സഭ വ്യക്തികളെ അവഹേളിക്കുക എന്ന കാര്യം വരുമ്പോൾ അത് ഒരു തിന്മ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാത്രമാണ് ശരി എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മീയ കാര്യങ്ങളെ തെറ്റായി അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുകയാണ്. ആത്മീയ കാര്യങ്ങളെ പരസ്യമായി അവഹേളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുകയാണ്. ശരീരത്തിൻ്റെ തിന്മകളിലേക്ക്, അതുപോലെയുള്ള ലോകത്തിൻ്റെതായ സുഖങ്ങളിലേക്ക് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട്, സംസാരം കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മൾ ആകർഷിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുകയാണ്. അത് വലിയ തെറ്റാണെന്ന് ഈശോ ഒന്നാമതായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ ഈ കാര്യം ഇന്ന് പറയുന്നത് ലൂക്കാ സുവിശേഷത്തിൽ നിന്നാണ്. മത്തായി ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും എന്നാണ്. ദുഷ്പ്രേരണ അതാര് കൊടുത്താലും, എത്ര വലിയ സ്ഥാനമുള്ളവരായാലും അത് ദൈവത്തിൻ്റെ കണ്ണിൽ വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണെന്ന് ഈശോയോടെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം ഈശോ എന്ന് പറയുന്നത്, നമ്മളോട് തെറ്റ് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളോട് വീണ്ടും വീണ്ടും ക്ഷമിക്കാൻ തയ്യാറാകണം. നിരന്തരമായി ക്ഷമിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരണം എന്നുള്ളതാണ്. ദൈവം വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ കുമ്പസാരങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം. ഒരേ കാര്യം തന്നെ നമ്മൾ കുമ്പസാരത്തിൽ ആവർത്തിച്ച് പറഞ്ഞാലും നമുക്ക് പാപമോചനവും ദൈവത്തിൽ നിന്ന് ക്ഷമയും കിട്ടുന്നു. ദൈവം ക്ഷമിക്കുന്നത് നമ്മൾ ഓരോ തവണയും അനുഭവിച്ചറിയുന്നു. നമ്മുടെ സഹോദരങ്ങളോടും ഒരുപക്ഷെ ഒരേ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെ പല കാര്യങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി അവരോട് ക്ഷമിക്കുന്നതിൽ മടുപ്പ് തോന്നരുതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ക്ഷമിക്കുമ്പോൾ നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് വളരുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരാനാണ് ഈ നോമ്പ് കാലം നമ്മളെ പ്രത്യേകമായി വിളിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വഭാവമായ കരുണ കാണിക്കുന്നതിലൂടെ, ക്ഷമിക്കുന്നതിലൂടെ, വീണ്ടും സ്നേഹം കാണിക്കുന്നതിലൂടെ, സഹനത്തെ ദൈവികമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നത് പോലെ, വിശ്വസ്തയോടെ നമ്മുടെ ജീവിത രംഗങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് വളരണമെന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് അനുഗ്രഹിക്കുക, നമ്മളെ കണ്ടു എന്നടിക്കുക, കടാക്ഷിക്കുക, വേണ്ടത് തരിക, അതോടൊപ്പം കരുണ കാണിക്കുക. ദൈവ സ്വഭാവത്തിലേക്ക് വളരാൻ, കൂടുതലായി ശക്തിപ്പെടാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ഈ പറഞ്ഞ കരുണ, ക്ഷമ, സ്നേഹം, സഹനം, വിശ്വസ്തത, ഈ പുണ്യങ്ങളിലും ഗുണങ്ങളിലും നമുക്ക് ഈ പകുതി നോമ്പ് കഴിഞ്ഞ അവസരത്തിൽ എത്രമാത്രം വളരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യാം. ഉദ്ദേശിച്ച ഫലങ്ങൾ ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ഈ ഗുണങ്ങൾ സ്വന്തമാക്കാനും
ദൈവത്തിൻ്റെ ഗുണങ്ങളിലേക്ക് വളരാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.